ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ദിവസങ്ങളായി നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം നാൾക്കുനാൾ ശക്തമാവുകയാണ്. സംസ്ഥാനത്തുടനീളം സമരം വ്യാപിപ്പിക്കുന്നതിന്റെയും പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെയും ഭാഗമായി UDFും ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ ശക്തമായി തന്നെയുണ്ട്. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അറിയിച്ചും സർക്കാർ നിലപാടിന്മേലുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായും രാജാക്കാട് പ്രതിഷേധ പ്രകടനവും ധരണയും നടന്നു. രാജാക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധരണ സമരം കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആശാ വർക്കറുടെ സേവനം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. കോവിഡ് കാലങ്ങളിലെല്ലാം ഇവർ മരുന്നുകൾ എത്തിക്കുവാനും അതുപോലെ തന്നെ ഡെയിലി ഇവർക്ക് ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീടുകൾ കയറാൻ പോകുമ്പോഴും അതിൻ്റെ ചെലവുകളുണ്ട്. ഇന്ന് ആശാ വർക്കർമാർക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 232 രൂപയാണ്. സാധാരണക്കാരനായ ഒരാൾ തൊഴിലുറപ്പിന് പോയാൽ അവർക്ക് ഇന്ന് 350 രൂപ മേളിൽ ശമ്പളമുള്ളപ്പോൾ പാവപ്പെട്ട ഈ ആശാ വർക്കുകാർ രാവിലെ മുതൽ നാടും വീടും കയറി നടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളമാണിത്. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും ആശാപ്രവർത്തകരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്തത്. INTUC രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് അജി കാട്ടുമന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നി പാലക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. TV ജോസ്, ഷിനോ കന്യാകുഴിയിൽ, ജേക്കബ് മച്ചാനിക്കൽ, മനോജ്, അലിയാർ, പ്രിൻസ്, ഷിജോ മാത്യു, സുബിൻ ജോർജ്, സണ്ണി പുളിക്കൽ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.